ഫ്രണ്ട്സ്, നിങ്ങളിപ്പോൾ ഒരു വീഡിയോ കണ്ടില്ലേ, ഒരു ദഫ് കണ്ടല്ലേ? ആ ദഫ് നബിദിനം കഴിഞ്ഞിട്ടുണ്ട്, ഏകദേശം കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എങ്കിലും കൂടിയിട്ട് ഈ ദഫ് കാണിക്കാനുള്ള കാരണം എന്തായാലും ഈ ദഫിന്റെ കൂട്ടത്തിൽ ഒരാളും കൂടി നിൽക്കുന്നുണ്ടെങ്കിൽ പറന്ന് നിക്കാപ്പൊക്കെ ഇട്ടിട്ട് നിങ്ങളെ കമ്പനിയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതായത് എവിടെ സ്ഥലം ശരിക്കും കൂരിയാട്. പിന്നെ നിങ്ങൾ മദ്രസിന്റെ ഇന്ത്യൻ ഒരു കൂരിയാട് കോട്ടക്കല്. അതിന്റെ കോട്ടക്കലാണ് ഇപ്പൊ ഞാൻ, അവിടെയാണ് ഇപ്പൊ ഞാൻ ഉള്ളത്. ഇത് ദഫ് കഴിഞ്ഞിട്ട് അവർ വീട്ടിലേക്ക് വന്നതാണ്. കാരണം രാത്രിയായിരുന്നു ദഫ് പരിപാടി. ആ പ്രോഗ്രാമുകൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നതായിരുന്നു. അപ്പൊ ഇതിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ തമിഴിൽ കണ്ട പോലെ തന്നെ ഇതിന്റെ ടീച്ചർ എന്ന് പറഞ്ഞത് ചിലപ്പോൾ ഒരു പക്ഷെ കേരളത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ദഫ് പഠിപ്പിക്കുന്ന ഒരാള്, പിന്നെ ഒരു ലേഡി, അതായത് ഒരു സ്ത്രീ ദഫ് പഠിപ്പിച്ചിട്ട് കുട്ടികളെ ഇത്രയും ഭംഗിയായിട്ട് കളിക്കുന്നത്. ടീച്ചർ പിന്നെ കുറെ കാലമായിട്ട് തുടങ്ങിയിരുന്നോ? 3 വർഷമായി ദഫിന്റെ. ഇതിലേക്ക് വരാണ്ടായിട്ടില്ല കാരണം കൊറോണയുടെ സമയത്ത് കുട്ടികൾക്ക് ഒരു വേദി ഇല്ലല്ലോ. അപ്പൊ ഞങ്ങൾ തുടങ്ങി വെച്ചതായിരുന്നു. 4 വർഷമായി തുടങ്ങി. ഫസ്റ്റത്തെ വർഷം ഞങ്ങൾ ദഫ് ഒന്നും ഉണ്ടായിരുന്നില്ല, ചെറിയൊരു പ്രോഗ്രാം ആയിട്ട് നടത്തി. പിന്നെയുള്ള വർഷങ്ങളിലൊക്കെ ഞങ്ങൾ ദഫ് നടത്തിയിട്ടുണ്ട്. ഇപ്പൊ ഈ കഴിഞ്ഞ വർഷം മുതലാണ് ഇങ്ങനെ ഒരു എല്ലാ സ്ഥലത്തും പോയി കളിക്കാൻ. നിങ്ങളെ പേര് പറഞ്ഞില്ല? അസ്മാബി അല്ലേ? അപ്പൊ ഈ മക്കളൊക്കെ ഒരു മദ്രസിലെ മക്കളാണോ അതോ ഒരു മദ്രസിലെ സെപ്പറേറ്റ് മദ്രസകളിൽ? അപ്പൊ ഇവരെ നിങ്ങൾ പിന്നെ ഈ 4 വർഷമായിട്ട് ഇവരെ തന്നെയാണോ ഉള്ളത്? ആളുകൾ മാറുണ്ടോ? എന്താ നിങ്ങൾക്ക് ഈ ദഫിന് എന്താ ഇതിലേക്ക് വരാനുണ്ടായിട്ടില്ല കാരണം? ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഞാൻ സ്കൂളിലൊക്കെ വർക്ക് ചെയ്ത ഒരാൾ തന്നെയാണ്. സ്കൂളിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഫെസ്റ്റ് ഒക്കെ ഉണ്ടാവുമ്പോ കുട്ടികളെ കൂടുതൽ നമ്മളിങ്ങനെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. നമ്മളെ ഫെസ്റ്റ് ഇതിൽ ക്യാപ്റ്റൻ ആവാറുണ്ട്, ഫസ്റ്റ് ക്യാപ്റ്റൻ ഒക്കെ ആവാറുണ്ട്. മാർക്സ് ജയിക്കണം വിചാരിച്ചിട്ട് ഒരുപാട് സൺഡേ ദിവസങ്ങളിലൊക്കെ ഞാൻ സ്കൂളിൽ പോയി കുട്ടികളെ ഒപ്പനായിട്ടും ഡാൻസ് ആയിട്ടും ഒക്കെ പഠിപ്പിക്കും. പക്ഷെ സ്ത്രീകൾക്ക് എന്താ പറയുക, പൊതുവെ നിങ്ങൾക്ക് ഒപ്പന ഡാൻസ് ഒക്കെ ആണല്ലോ. പക്ഷെ ഈ ദഫിലേക്ക് വരാനുണ്ടായിട്ടില്ല കാരണം ഇതിന്റെ സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ എനിക്കങ്ങനെ സ്റ്റെപ്പുകളൊന്നും അറിയൂല. അങ്ങനെ നമ്മള് വീഡിയോസുകളൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. പിന്നെ ദഫ് മത്സരമൊക്കെ ഉണ്ടാവുമ്പോ നമ്മളത് പോയി കാണാറുണ്ട്. അങ്ങനെയൊക്കെ കുറഞ്ഞ സ്റ്റെപ്പുകളൊക്കെ ആ ഒരു വിവരം വെച്ചിട്ട് അങ്ങനെ പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്തതാണല്ലേ? ഓക്കെ ഓക്കെ. ഇപ്പൊ സക്സസ് ആണ് സംഭവം. എവിടെയും കോമ്പറ്റീഷനൊക്കെ പോയിട്ടുണ്ടോ? ഇല്ല, പോരായ്മകളും പരിമിതികളും ഉണ്ടാവും. സ്ത്രീയാണ്, മാന്യ പ്രേക്ഷകരായിട്ടുള്ള ആളുകൾക്ക് കാണും മനസ്സിലാവും. പക്ഷെ എങ്കിലും കൂടിയിട്ട് വളരെ ഭംഗിയായിട്ട് കളിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ പാട്ട് പാടാനെന്ന ആളിൽ റെക്കോർഡിംഗ് ആണ് തോന്നുന്നത് അല്ലേ? ഓക്കെ. പിന്നെ അതുപോലെ കുട്ടികളെ പഠിപ്പിച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ട് പഠിക്കാൻ തുടങ്ങിയിട്ട് സഫർ പകുതി ആയപ്പോഴാണ് ഞങ്ങൾ തുടങ്ങിയിട്ടുള്ളത്. പിന്നെ വൈകുന്നേരം കുട്ടികൾ സ്കൂളിൽ വന്നതിന് ശേഷം ഒരു 5 to 6 മണി വരെയാണ് ഞങ്ങൾക്ക് ടൈം കിട്ടുന്നത്. അവിടെ വേറെ സംശയം, ഒരൊറ്റ മദ്രസിലെ മക്കളല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ? അല്ല, അധികം നമ്മുടെ നാട്ടിലുള്ള മക്കൾ തന്നെയാണ്. അപ്പൊ ഏത് മദ്രസിലാണ് നിങ്ങൾ ദഫ് കളിക്കുക? ശരിക്ക് മദ്രസല്ല, ഞങ്ങൾ ശരിക്കും ഒരു ഫ്രീലാൻഡ് ആണ്. നിങ്ങൾക്ക് ആവശ്യമില്ലോടത്ത് അവരെ നിങ്ങളെ വിളിക്കുക ചെയ്യാ? ഞാൻ കുട്ടികളെ വിളിക്കും. ഞങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ ഗ്രൂപ്പ് ഉണ്ട്, പാരന്റ്സ് ഒക്കെ. മാഷാഅല്ലാ മാഷാഅല്ലാ. ഗ്രൂപ്പിൽ ഞാൻ അറിയിക്കും ഇന്ന സമയത്ത് എത്തണം. അപ്പൊ എല്ലാ കുട്ടികളും ഓക്കെ. എന്താ ടീച്ചറെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? കുഴപ്പമില്ലാന്ന് മനസ്സിലായി. എങ്കിലും ടീച്ചർ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് അടിക്കാറൊക്കെ ഉണ്ടല്ല? ചീത്ത പറയോ? ഇല്ലല്ലേ? നിങ്ങളൊക്കെ ഹാപ്പിയാണ് അല്ലേ? നിങ്ങളൊക്കെ പേര് തലക്കെന്നാണ് പറഞ്ഞാണ്? ഷാമിലോ? പിന്നെ മുഹമ്മദ് ഫضല്, മിഹാൽ, അജ്നാൻ, അജസ്, ഓക്കെ ഓക്കെ, റയ്യാൻ. ഏതായാലും വളരെ സന്തോഷം കാണാൻ പറ്റിയാലും ഇങ്ങനത്തെ ഒരു സംരംഭം ഞാൻ പറഞ്ഞല്ലോ, ചിലപ്പോൾ കേരളത്തിൽ ആദ്യമായിട്ട് തന്നെ ഒരു സ്ത്രീ ദഫ് പഠിപ്പിച്ചിട്ട് ഇത്രത്തോളം ആയത് അതിൻ്റേതായിട്ടുള്ള ഇസ്ലാമിക രീതിയിലും ചട്ടങ്ങളിലൊക്കെ തന്നെയാണ്. ഓക്കെ. പിന്നെ മത്സരത്തിനൊക്കെ പോയിട്ട് എവിടെയെങ്കിലും എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? മത്സരത്തിന് ഞങ്ങൾ
പങ്കെടുക്കാൻ ആയിട്ടില്ല. ഇങ്ങനെ അടുത്തുള്ള പ്രദേശത്തൊക്കെ വിളിക്കും, അങ്ങനെയൊക്കെ പോയി കളിച്ചിട്ടുണ്ട്. വേദികളിൽ കളിച്ചു. നിങ്ങളിവിടെ വർക്ക് ചെയ്യണമെന്ന്? ഞാൻ മുന്നേ വർക്ക് ചെയ്തിപ്പോ വർക്ക് ചെയ്യണില്ല. ഓക്കെ ഓക്കെ. ഏതായാലും എല്ലാവരും സലാം പറഞ്ഞേ. ഓക്കെ, ബൈ.